മോഹിനി രമ്യയും ഗുരുജിയുടെ വീട്ടിലെത്തുകയും മോഹിനി രമ്യയുടെ ഹെൽപ്പ് കൊണ്ട് വിൻഡോ വഴി അകത്ത് കയറുകയും അവിടെ കണ്ണാടിക്കൂട്ടിന്റെ അകത്ത് മാന്ത്രിക ദണ്ഡ് വെച്ചിരിക്കുന്നത് കണ്ട് പതുക്കെ പതുക്കെ മോഹിനി അതിന്റെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. കണ്ണാടിക്കൂട്ടിൽ പൂട്ടുള്ളത് കൊണ്ട് മോഹിനിക്ക് അത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല. മോഹിനിക്കാണെങ്കിലോ ശക്തിയുമില്ല. മോഹിനി പൂട്ട് പൊളിക്കാൻ കുറെ ശ്രമിച്ചു നോക്കുകയാണ്. ഈ സമയം സൗണ്ട് കേട്ട് ഗുരുജി എഴുന്നേൽക്കുകയാണ്. ഗുരുജി എഴുന്നേൽക്കുന്നത് കാണുന്ന മോഹിനി അവിടെ കാണുന്ന ഒരു കമ്പി എടുത്ത് ആ പൂട്ട് പൊട്ടിക്കാൻ നോക്കുകയാണ്. അത് കാണുന്ന ഗുരുജി മോഹിനിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഗുരുജിയുടെ പുറകിൽ വരുന്ന മൻമോഹൻ ഗുരുജിയുടെ തലയ്ക്ക് അടിക്കുകയും ഗുരുജിയുടെ ബോധം പോവുകയും ചെയ്യുന്നു. ഈ സമയം മോഹിനി കണ്ണാടി ബോക്സ് തുറന്ന് മാന്ത്രിക വടി കൈക്കലാക്കുന്നു. കയ്യിൽ മാന്ത്രിക വടി കിട്ടുന്ന മോഹിനി സന്തോഷത്തോടെ നിൽക്കുകയാണ്. മറുവശത്ത് പിണക്കം ഭാവിച്ചിരിക്കുന്ന പാറു തിരിഞ്ഞു നോക്കുമ്പോൾ ശങ്കറിനെ അവിടെ കാണാത്തത് കൊണ്ട് പാറു എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയോ എന്ന് പറഞ്ഞ് പാറു നിൽക്കുമ്പോൾ അവിടെ പൂവുമായി ശങ്കർ വരുന്നു. ശങ്കർ പാറുവിന്റെ മുന്നിൽ റോസാപ്പൂ കാണിച്ചിട്ട് പാറുവിനെ ശങ്കർ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്. അതറിയുന്ന പാറു സന്തോഷത്തോടെ നിൽക്കുകയാണ്. മറുവശത്ത് മോഹിനി മാന്ത്രിക ദണ്ഡ് തലയിൽ വയ്ക്കുകയാണ്. എന്നിട്ട് എല്ലാ ശക്തികളും എന്നിൽ വന്ന് ചേരട്ടെ എന്ന് പറയുകയാണ്. പക്ഷേ ഒരു ഫലവും കാണാത്തത് കൊണ്ട് മോഹിനി വീണ്ടും വീണ്ടും തലയിൽ മാന്ത്രിക ദണ്ഡ് വെച്ച് നോക്കുകയാണ്. ഒരു ശക്തിയും കിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന മോഹിനി ബോധമില്ലാതെ കിടക്കുന്ന ഗുരുജിയുടെ അടുത്ത് പോയിട്ട് ദേഷ്യത്തോടെ അലറിക്കൊണ്ട് എഴുന്നേൽക്കാൻ പറയുകയാണ്. എന്നിട്ട് ഈ മാന്ത്രിക ദണ്ഡിലെ ശക്തികൾ വർക്ക് ചെയ്യാത്തത് എന്താണ് എന്ന് ചോദിച്ച് വയലന്റ് ആവുകയാണ് മോഹിനി. അത് കാണുന്ന രംഭ ചേച്ചിക്ക് ശക്തി തിരിച്ചു കിട്ടുന്നത് എത്ര വലുതാണോ അതുപോലെ തന്നെ പാറുവിനെ തടയേണ്ടതും വലുതാണ്. ശങ്കർ പാറുവിനോട് പ്രണയം തുറന്ന് പറഞ്ഞാൽ ശങ്കറിന് കഴിഞ്ഞ ജന്മത്തിൽ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുമെന്ന് പറയുകയാണ്. അത് കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് മോഹിനി. അടുത്ത സീനിൽ ശങ്കർ പാറുവിനോട് പ്രണയത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുന്ന സമയം അവിടെ വരുന്ന മോഹിനി പാറുവിന് ശങ്കറിന്റെ പ്രണയത്തിന്റെ പ്രൂഫ് കിട്ടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മോഹിനി മൻമോഹനെ നോക്കുമ്പോൾ മൻമോഹൻ അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് ശങ്കർ നിൽക്കുന്നതിന്റെ പുറകിലുള്ള പില്ലറും പാറു നിൽക്കുന്നതിന്റെ പുറകിലുള്ള പില്ലറും മറിച്ചിടാൻ ശ്രമിക്കുകയാണ് മൻമോഹൻ. പില്ലർ വീഴാൻ തുടങ്ങുന്നത് കാണുന്ന ശങ്കർ പാറുവിനെ അവിടെ നിന്ന് തള്ളി മാറ്റുമ്പോൾ പാറു മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. അത് കാണുന്ന ശങ്കർ പാറു എന്ന് പറഞ്ഞ് അലർ വിളിച്ച് മുകളിൽ നിന്ന് നോക്കുമ്പോൾ പാറു ബാൽക്കണിയിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുകയാണ്. അത് കാണുന്ന ശങ്കർ പാറുവിനെ രക്ഷിക്കാൻ വേണ്ടി താഴേക്ക് കൈ നീട്ടുകയാണ്. പാറു ശങ്കറിന്റെ കൈ പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന മോഹിനി നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറയുകയാണ്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് രമ്യയും മൻമോഹൻ. ഈ സമയം ശങ്കറിന്റെ കയ്യിൽ പിടിക്കുന്ന പാറു ശങ്കറിനോട് രക്ഷിക്കാൻ പറയുകയാണ്. ശങ്കർ പാറുവിന്റെ കയ്യിൽ വെറുതെ പിടിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പാറുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുകളിലേക്ക് പാറുവിനെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നില്ല. ആ കാര്യം മനസ്സിലാക്കുന്ന പാറു ശങ്കറിനോട് മുകളിലേക്ക് വലിച്ചു കയറ്റി രക്ഷപ്പെടുത്താൻ ശങ്കറിനോട് പറയുകയാണ്. അത് കേൾക്കുന്ന ശങ്കറിന്റെ സ്വഭാവം മാറുന്നു. ശങ്കർ പാറുവിന്റെ കൈ പിടിച്ച് മാറ്റുകയും പാറു താഴേക്ക് വീഴുകയും പാറു മരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന മോഹിനി രമ്യയും മൻമോഹനെ നോക്കുകയാണ്. അവർ രണ്ടുപേരും മോഹിനിയെ നോക്കുന്നു. പാറു താഴെ വീണത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ശങ്കർ. മോഹിനിക്ക് ഇപ്പോൾ ശക്തികളൊന്നും ഇല്ല. അപ്പോൾ മോഹിനിക്ക് ശങ്കറിനെ കൺട്രോളിലാക്കാൻ കഴിയില്ല. പിന്നെ ശങ്കറിന് എന്താണ് സംഭവിച്ചതെന്ന് വഴിയെ നമുക്ക് മനസ്സിലാകും. ശേഷം ശങ്കർ ചെയ്ത കാര്യം ഇഷ്ടപ്പെട്ടത് കൊണ്ട് മോഹിനി ശങ്കറിന്റെ മുന്നിൽ ക്ലാപ്പ് ചെയ്ത് പോവുകയാണ്. എന്നിട്ട് ഇതുവരെ ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് നീ ചെയ്തതെന്ന് പറയുകയാണ് മോഹിനി. ഇത് എനിക്ക് നിസ്സാരമായിരുന്നു, എന്നാലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല. പില്ലർ പാറുവിന്റെ പുറത്ത് വീഴേണ്ടതായിരുന്നു. എന്തിനാണ് എന്റെ പുറത്ത് കൂടി വീഴിക്കാൻ നോക്കിയതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് മോഹിനി പറയുന്നത് കേൾക്കുന്ന ശങ്കർ താഴേക്ക് നോക്കിയിട്ട് പാവം പാറു, അവളുടെ ശങ്കർ എന്തിനാണ് അവളെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ആലോചിച്ച് അവൾ മരിച്ചുപോയി എന്ന് പറയുകയാണ്. എന്റെ വർഷങ്ങളായുള്ള ആഗ്രഹം സാധിച്ചു. നാഗകന്യക മരിച്ചു, ഇനി നാഗമണിക്ക് എനിക്ക് സ്വന്തമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് മോഹിനി. അടുത്ത സീനിൽ ശങ്കർ പാറുവിന്റെ ശരീരം ഒരു കുഴിയിൽ വെക്കുകയാണ്. എന്നിട്ട് കുഴി മൂടുന്നു. ശേഷം കുഴിയിൽ നോക്കി നിൽക്കുന്ന ശങ്കർ ഈ ജന്മം നീ തോറ്റു, ഇനി അടുത്ത ജന്മത്തിൽ വേണ്ടി കാത്തിരിക്കും നാഗിനി എന്ന് പറഞ്ഞിട്ട് ശങ്കർ അവിടെ നിന്ന് പോവുകയാണ്. പാറു രക്ഷപ്പെടുമോ ഇല്ലയോ എന്നറിയാനും ശങ്കറിന് എന്ത് മാറ്റമാണ് സംഭവിച്ചതെന്ന് അറിയാനും അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്